ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ BJPയെ പ്രതിരോധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഒരു ബാധ്യതയായിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത അത് മുസ്ലിം പൊളിറ്റിക്സ് അല്ല അത് മുന്നോട്ട്. എന്നാൽ മുസ്ലിങ്ങൾ വളരെ സൈലൻ്റായി ഇന്ത്യ മുന്നണിയെ ബാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര കക്ഷികളുടെ ഒരു ഒന്നിച്ചു നിൽപ്പ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്നെ, ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഒരു സാമ്പത്തിക രീതി എക്കണോമിക് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ സമയത്തുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ അൺഎംപ്ലോയ്ഡ് യൂത്തിൻ്റെ ഒരു സംഗതി ആവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ലേബർ മാർക്കറ്റിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആവട്ടെ, ഇതിലൊക്കെ വളരെയധികം ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇതിലൊരു ചോദ്യം എന്ന് പറഞ്ഞത് ഇതിനെ എങ്ങനെ രണ്ട് രാഷ്ട്രീയ കക്ഷികളും ഉപയോഗിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. ഇന്ത്യ മുന്നണി ജയിക്കുകയാണെങ്കിൽ ഒരു ഹിന്ദുത്വ രാജ്യ പ്രഖ്യാപനം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച്, മണ്ഡലങ്ങളെക്കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ്. നമ്മൾ കേരളത്തിലേത് ചർച്ച ചെയ്യുന്ന സമയത്ത് വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. 2019 ദേശീയ തെരഞ്ഞെടുപ്പ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഈ ഒരു തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും സ്ട്രോങ് ആയ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തെ പേടിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമുള്ള അക്രമങ്ങൾ നടക്കുന്നതിലൂടെയാണ്. അക്രമം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാർത്തകൾ തന്നെയാണല്ലോ. അപ്പോൾ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങൾ, അതോടൊപ്പം തന്നെ പൾസ് എങ്ങനെയൊക്കെയാണ്? 2019 അപേക്ഷിച്ച് ഈ ഇലക്ഷനിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത പ്രതിപക്ഷം ഒരു മുന്നണിയായി മത്സരിക്കുന്നു എന്നുള്ളതിനാണ്. അതിന് ഇന്ത്യ എന്ന പേരിട്ടു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. അതോടൊപ്പം കോൺഗ്രസ് ചരിത്രത്തിലാദ്യമായി ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ പരമാവധി മുന്നണി വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി പ്രാദേശിക പാർട്ടികളുമായും മറ്റ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള മണ്ഡലം സീറ്റ് വിഭജനം പൂർത്തിയാക്കിക്കൊണ്ട് ഇലക്ഷനെ നേരിടുക എന്ന നിലക്ക് പ്രതിപക്ഷ മുന്നണി മുന്നോട്ട് ചില സ്ഥലങ്ങളിൽ പാളിച്ചകളുണ്ട്. ചില ബംഗാളിലും അതുപോലെ ബീഹാറിലൊക്കെ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ ഒരു ശക്തമായ പ്രതിപക്ഷ മുന്നണിയായി നിൽക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് 2024 ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരു കൃത്യമായി പ്രതിപക്ഷമായി നിൽക്കാനെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു മുന്നണി സംവിധാനം, അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രതിപക്ഷമായി നിൽക്കാനുള്ളൊരു കരുത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഇപ്പം നമ്മളതിലൊരു ഇവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി എന്ന് പറയാനല്ലാതെ ആ ഒരു വെച്ച് നീട്ടലുകൾ, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഡിപ്ലോമസി വളരെ ഇപ്പം അത് സുഫിയാൻ പറഞ്ഞതെന്ന് നമ്മൾ ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലാർജർ ഒരു റണ്ണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പറയുന്നത് ഡെമോക്രസിയുടെ എല്ലാ ഒരു ജനാധിപത്യം എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ലോ ആയി നിൽക്കുന്ന ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് പ്രകാരം വളരെ ലോ ആയി നിൽക്കുന്ന ഒരു സമയത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെ ഒരു വിൻ ഓർ ലൂസ് രണ്ടാണെങ്കിലും നമ്മളൊരു ബെറ്റർ ഹെൽത്തിലേക്ക് ഈ ഡെമോക്രസി കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പിലേക്ക് ഈ ഒരു മുന്നണി വരുന്നു എന്നുള്ളത് വലിയ ഒരു സംഗതിയാണ്. പിന്നെ ഒബ്വിയസ്ലി നമുക്കൊരു വലിയൊരു പ്രതീക്ഷ ഒരു പക്ഷേ ഉണ്ട് എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്ന ഒരു സംഗതിയല്ല, പക്ഷേ എല്ലാ സമയത്തും നമ്മൾ പറയാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് മൊത്തം വോട്ടേഴ്സിന് ഇതെങ്ങനെയെങ്കിലൊക്കെ നമ്പേഴ്സിൽ നമ്മൾ പലപ്പോഴും കഴിഞ്ഞ 2019 വോട്ടെടുപ്പിൽ നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു പ്രതീക്ഷയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി നമ്പേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ആർക്കും പറയാനുണ്ടായിരുന്നില്ല, കോൺഫിഡൻസോട് കൂടി പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2024 ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്പേഴ്സ് വെച്ച് തന്നെ പ്രതീക്ഷകൾ പറയുന്ന ഒരുപാട് അനലിസ്റ്റുകൾ, ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഹസ്ബൻഡായിട്ടുള്ള പുള്ളിയുടെ പാലക്കാട് പ്രഭാകരൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ നമ്പർ വെച്ചുകൊണ്ട് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിനെയും എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പ്രതീക്ഷ നൽകും. അപ്പോൾ അതൊക്കെ വലിയൊരു ഇൻഡിക്കേഷനാണ്, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇലക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും 2024 വരുന്ന സമയത്ത്. 2019 അപേക്ഷിച്ച് ഈ ഒരു വർഷം കൂടുതൽ രാഷ്ട്രീയം പറയുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ ഒരു ഇലക്ഷനുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യ എന്നൊരു രാഷ്ട്രീയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, 2024 പ്രത്യേകത.
ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ BJP-യെ പ്രതിരോധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഒരു ബാധ്യതയായിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത അത് മുസ്ലിം പൊളിറ്റിക്സ് അല്ല അത് മുന്നോട്ട്. എന്നാൽ മുസ്ലിങ്ങൾ വളരെ സൈലൻ്റായി ഇന്ത്യ മുന്നണിയെ ബാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര കക്ഷികളുടെ ഒരു ഒന്നിച്ചു നിൽപ്പ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഇന്ത്യ എന്ന വിശാലർത്ഥത്തിലുള്ള രാഷ്ട്രീയം ഓരോ ആസ്പെക്റ്റിലും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ ഇലക്ഷനിൽ കൂടുതൽ രാഷ്ട്രീയമായ ചർച്ചകൾ വരുന്നു എന്നുള്ളതിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് മോഡിക്ക് അവസാനത്തിൽ ഒരു വർഗീയ കാർഡ് ഇറക്കേണ്ടി വന്നത്. കാരണം ഒരുപാട് തരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സോഫ്റ്റ് എലമെൻസും അവരിറക്കി കളിച്ചിട്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ അതിനൊരു കാര്യമായ സ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ് അവസാന ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വൈകാരിക പ്രകടനങ്ങൾ വോട്ടർമാർക്കിടയിൽ നിന്ന് ഉണ്ടാകണമെന്നുള്ള രൂപത്തിലുള്ള ചില സൂചനകൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവസാന ഘട്ടത്തിൽ പുറത്തിട്ടത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. അർത്ഥത്തിൽ ഇന്ത്യ അതിൻ്റെ കൃത്യമായ രാഷ്ട്രീയമായ ഒരു ചുവടുവെപ്പാണ് ഇന്ത്യ മൂവ്മെൻറ്റിലൂടെ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പ് നമുക്ക് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവാതെ വരും. കാരണം അവരുടെ അപ്രമാദിത്വം വേണമെന്നുള്ള ഒന്നും അവർക്കില്ല. പകരം ഇന്ത്യ എന്നത് നിലനിന്നാൽ മതി എന്നുള്ള ഒരർത്ഥത്തിലുള്ള അവരുടെ ഒരു പിൻവാങ്ങൽ, മറ്റുള്ളവർ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള ഒരു സമീപനം, അത് ഇന്ത്യ എന്ന ആശയത്തെ എന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു മികച്ച പ്രതിഫലനം കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ ഈ നിലവിലെ സാമ്പത്തിക അവസ്ഥ, ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളാണല്ലോ. അതിൻ്റെ ഒരു വിശകലനം എങ്ങനെയാണ് വരിക? അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മറ്റൊരു സൈഡാണ്. അതായത് 2019 നമ്മൾ അതിനുശേഷം 19 കോവിഡ് അതൊക്കെ വന്നെങ്കിൽ കൂടി സാധാരണ ഇല്ലാത്തതിൻ്റെ അതിലുപരിയായിട്ട് 2024 ഇലക്ഷനിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ചർച്ച കോമണേഴ്സിൻ്റെ സാധാരണക്കാരുടെ ഇടയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വരും എന്നത് ഒരു വലിയ സംഗതിയാണ്. അതിന് കൂടെ നമ്മൾ വായിക്കേണ്ടതാണ് നമ്മുടെ ഇതിൻ്റെ വളരെ സമയോചിതമായിട്ട് വന്നിട്ടുള്ള 1-2 റിപ്പോർട്ടുകൾ. ഇപ്പോൾ ലോകനിധി റിപ്പോർട്ട് വന്നു, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഓർഗനൈസേഷൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് വരുന്നു. അപ്പം ഇതൊക്കെ മുമ്പോട്ട് വെക്കുന്ന വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള 2 ദശാബ്ദങ്ങളിലൂടെ ഉള്ള ഒരു പഠന റിപ്പോർട്ട് വരുമ്പോൾ അതിൽ കാണിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള, അതായത് നമുക്ക് വളരെ ഇപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ 2 സംഗതി എന്ന് പറയുന്നത്, ഒന്ന്, അതായത് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിച്ച്, അതായത് നമ്മൾ ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ഡിസ്ട്രസ്, ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സർവേ, ലോകനീതി സർവേയിലൊക്കെ ഒരുപാട്, ഇപ്പോൾ സിറ്റീസിൽ ജീവിക്കുന്ന അർബൻ ക്ലാസ് ആയിട്ടുള്ള ആളുകളും വില്ലേജിലുള്ള ആളുകളും ഇവർക്കൊക്കെ ഒരുപോലെയുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഇലക്ഷനിൽ ഒബ്വിയസ്ലി ചർച്ചയാവുകയും അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എല്ലാ സമയത്തെയും പോലെ തന്നെ, പക്ഷേ ഇത്തവണ വളരെ കണക്കുകൾ പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത് യൂത്ത്, അതായത് യുവാക്കളുടെ ഇടയിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേറ്റഡ് യൂത്തിന് വളരെയധികം അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു. ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന ബോധ്യം കണക്കുകളിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഒരു സാമ്പത്തിക രീതി, അവർ എക്കണോമിക് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ സമയത്തുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഈ പറഞ്ഞതൊക്കെ, ഇപ്പോൾ യൂത്തിൻ്റെ ഒരു സംഗതി ആവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ലേബർ മാർക്കറ്റിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആവട്ടെ, ഇതിലൊക്കെ വളരെയധികം ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞത്, ഇതിനെ എങ്ങനെ 2 രാഷ്ട്രീയ കക്ഷികളും ഉപയോഗിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. കാരണം ഇലക്ഷൻ്റെ ഒരു ക്യാൻവാസിൽ നമ്മൾ ഇതിനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു സംഗതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ടുകൾ വരുന്നു, ഈ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും അതുപോലെ തന്നെ ന്യായ് യാത്ര നടത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് കോൺഗ്രസ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കി, ജോബ് പ്രോമിസിങ് നടത്തി. എല്ലാ സമയത്തും പ്രോമിസിങ് നടത്താറുണ്ട്. ഇപ്പം BJP-യുടെ വലിയ വിടുവായുത്ത പ്രോമിസുകൾ കഴിഞ്ഞ ഇലക്ഷനിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ശതമാനം പോലും നീതി പുലർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു ഹോപ്പിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ. അത് ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു മാനിഫെസ്റ്റോ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ഇത് ഉറപ്പ് നൽകുന്നു എന്ന് ഉറപ്പ് എല്ലാ സമയത്തും ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാറുണ്ട് പാർട്ടികൾ. പക്ഷേ അതിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ വലിയൊരു പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ BJPയുടെ ഭാഗത്ത് ഈ സമയത്ത് വീണ്ടും നമ്മൾ റേഡിയോകളിലും FM-ലൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു ഫാർമേഴ്സിന്, കർഷകർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഒക്കെയുള്ള സഹായങ്ങൾ ചെയ്ത ഓരോ പ്രോഗ്രാമുകളുടെ പരസ്യങ്ങൾ വരുന്നു. ഇനിയും മോദി വരട്ടെ എന്ന ഗ്യാരണ്ടികൾ വരുന്നു. പക്ഷെ അപ്പോൾ അവർക്ക് ഇനി അത് നിലനിർത്താൻ എങ്ങനെ? ഞങ്ങളിതിനെ ഞങ്ങളുടെ അടുത്ത് വന്നു പോയിട്ടുള്ള പ്രശ്നങ്ങളെ അവർ അക്നോളജ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു ഇലക്ഷനിൽ ഞങ്ങളിത് മാറ്റും എന്ന പുതിയ പ്രോമിസിലേക്ക് ആളുകളെ കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ചലഞ്ചാണ്. ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. അത് ഇലക്ഷനിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതിനെ ഇലക്ഷനിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിലാണ് തീർച്ചയായിട്ടും ആ ഒരു സൈഡ് നിൽക്കുന്നതാണെന്ന് തോന്നുന്നത്. അതോടെ കൂട്ടിച്ചേർക്കാനുള്ളൊരു സംഗതി നേരത്തെ സൂചിപ്പിച്ച പോലെ 10 വർഷം ഭരിച്ചിട്ടാണ് മോഡി വീണ്ടും ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോഴും മോദി ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് 10 വർഷം കഴിഞ്ഞിട്ടും. എന്നാൽ സാധാരണഗതിയിൽ ഭരണകക്ഷി, പ്രത്യേകിച്ച് ഒരു 2 ടേം ഭരിച്ചൊരു ഭരണകക്ഷി, അവരുടെ വികസന നേട്ടങ്ങൾ വെച്ചിട്ടാണ് പ്രചരണം നടത്തേണ്ടത്, വോട്ട് ചോദിക്കേണ്ടത്. പക്ഷെ അങ്ങനെ വോട്ട് ചോദിക്കാൻ BJPയുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ മാസ്റ്റർ പീസുകളായ വികസനങ്ങളൊക്കെ തന്നെയും UPA കാലത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ വന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ്, സംവിധാനങ്ങളാണ്, ഇൻഡസ്ട്രികളാണുള്ളത്. അപ്പോൾ ആ ഒരു വലിയ പ്രതിസന്ധി BJPയുടെ മുമ്പിലുണ്ട്. മറ്റൊന്ന് വെച്ച പോലെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇന്ത്യയെ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നമാണ്. പക്ഷെ അത് ഇക്കാലത്ത് കുറച്ചുകൂടി രൂക്ഷമാണ്. നേരത്തെ ഈ ILO റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഇപ്പോൾ IIT ബോംബെയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള 38% ആളുകൾ പ്ലേസ്ഡ് അല്ല എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ IITകളിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് പോലും തൊഴിൽ ലഭിക്കാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും. ഈ 2014 സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഈ തൊഴിലില്ലായ്മയുടെ കൂടെ തന്നെ ഭരിക്കുന്ന പാർട്ടി അഴിമതി നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെതിരെ അന്നുണ്ടായിരുന്ന വലിയൊരു വികാരം. സ്വാഭാവികമായി ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഒരു 7% to 9%, 7 to 9 എല്ലാ കാലത്തും നിലനിൽക്കുന്നൊരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റാണ്. അത് നിലനിൽക്കെ തന്നെ ഭരിക്കുന്ന പാർട്ടി നന്നായി അഴിമതി നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു വികാരം കോൺഗ്രസിനെതിരെ ഉണ്ടാക്കി. സമാനമായൊരു സാഹചര്യം ഇപ്പോൾ BJPക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇലക്ട്രൽ ബോണ്ടിലൂടെ അത് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് സത്യം പറഞ്ഞാൽ വലിയൊരു അഴിമതിയാണ്. അത് അങ്ങനെ ഒരു അഴിമതിയാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടലും തുടർന്ന് വന്നിട്ടുള്ള കണക്കുകളും അതുപോലെ നെറ്റിസൺസ് നടത്തിയിട്ടുള്ള ക്രോസ് മാച്ചിങ്, ഏത് പാർട്ടിക്ക് ഏത് കോർപ്പറേറ്റുകൾ നൽകി, ഏത് സന്ദർഭത്തിൽ നൽകി, ഏത് സമയത്ത് നൽകി എന്നൊക്കെയുള്ള ക്രോസ് മാച്ചിങ് നെറ്റിസൺസാണ് കാര്യമായി നടത്തിയത്. ഇങ്ങനെ നടത്തിയ ഡാറ്റകൾ പുറത്തു വന്നതോടുകൂടി വലിയൊരു അഴിമതി, ഒരു ഗുണ്ടാ പിരിവ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായി. സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടി ഇങ്ങനെ ഒരു ഭാഗത്ത് കോടികൾ സമ്പാദിക്കുന്നു, സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളത് 2014 എന്താണോ പൊതുജനങ്ങൾക്കുണ്ടായിരുന്ന വികാരം, അതേ ഒരു വികാരത്തെ സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. നമ്മൾ ഈ വിഷയത്തിന്റെ മറ്റൊരു തലം കൂടി നോക്കുകയാണെങ്കിൽ, ഈ ഗവൺമെന്റ് ആർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഇന്ത്യ 4-5 കോർപ്പറേറ്റുകൾക്ക് മാത്രമായിട്ട് ഇന്ത്യയിലെ എല്ലാ സാമ്പത്തിക വാർത്താവിനിമയ എല്ലാ മേഖലകളും അവർക്ക് വേണ്ടി മാത്രമായി ചുരുങ്ങുന്നു. അതായത് ഇന്ത്യ മൊത്തം ഒരു മാർക്കറ്റായി റിലയൻസിനോ ടാറ്റക്കോ അദാനിക്കോ മാത്രം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും താഴെക്കടയിൽ സൃഷ്ടിക്കപ്പെടുമായിരുന്ന ഒരുപാട് തൊഴിലവസരങ്ങളെ ഇവർക്ക് വേണ്ടി ചുരുക്കുകയും ഇവർക്ക് മാത്രമായി ഇന്ത്യയുടെ സമ്പദ്ഘടന ചുരുങ്ങുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയത് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം 2014 ഇതുപോലുള്ള ഒരവസ്ഥയിലല്ല. കാരണം അന്ന് UPA ഗവൺമെൻറ്റിൻ്റെ ഭരിച്ചതിൻ്റെ ഒരു പ്രതിഫലനം പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴുള്ള ഈ സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ റവല്യൂഷൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും വളരെ കൃത്യമായി ഇത് മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. യുവജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നു അവരുടെ തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കിയത് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് വൽക്കരണമാണ് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമാണ്. അപ്പോൾ മോഡി ഗവൺമെൻറ് ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് എന്ന് അവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടിയിൽ പൊതുജനങ്ങൾക്ക് വലിയ വിശ്വാസമില്ലാതെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനാലിസിസ് പല ഈ ഒരു റിപ്പോർട്ടുകളെയും അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ അനലൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നതും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിട്ടുള്ളൊരു അനാലിസിസ്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, ഇടപെടൽ, ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഗവൺമെൻറ് ഏത് രീതിയിൽ ഇടപെട്ടു എന്നത് വലിയ ചോദ്യമാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനൊരു സ്ഥിതി, ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അമേരിക്കക്കാവട്ടെ, UK ക്കാവട്ടെ, സ്പെയിൻ, എല്ലാവർക്കും ഈ ഒരു എക്കണോമിക് ഡിസ്ട്രസ് എല്ലാവരും അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യുകയും അതിനൊരു പരിഹാരം കൊണ്ടുവരും, ഒരു ലോങ് റണ്ണിൽ അതിനൊരു റിക്കവറി കൊണ്ടുവരികയാണ് ചെയ്യുക. പക്ഷേ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നെഹ്റു ബാങ്ക് നാഷണലൈസേഷൻ പോലത്തെ സംഗതികൾ, ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സംഗതികൾ വരുന്നു, അത് ഒരു ഇൻ്റർവെൻഷനാണ്. അതുപോലെ തന്നെ വൈറ്റ് റെവല്യൂഷൻ പോലത്തെ ഒരുപാട് ജോലികൾ ക്രിയേറ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ജോലി എന്നത്, എന്തെങ്കിലും ഒരു ജോലി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫോർമൽ എംപ്ലോയ്മെൻറ്റ്, അതായത് സാലറി അസുസ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അത് ആ ഒരു ഇടപെടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് തീരെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ. ഗിഗ് എക്കണോമി, അതായത് അത് മാത്രമല്ല, അതിപ്പം ഒരുപാട് നമ്മൾ കണക്കുകൾ പരിശോധിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുക ഇപ്പോൾ ഒരുപാട് കമ്പനികൾ, കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു എന്ന് നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു. പക്ഷേ അവർ എത്ര എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ആരും ചോദിക്കുന്നില്ല. അവരുടെ എംപ്ലോയ്മെൻറ്റ് ഷോർട്ടേജാണ്. ഇപ്പോൾ ട്വിറ്റർ ആവട്ടെ, ആമസോൺ ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ഏതാണെങ്കിലും വലിയ കോർപ്പറേറ്റ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. അത് വലിയൊരു സംഗതിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, അവരുടെ നമ്മൾ കോടികളുടെ കണക്കുകൾ, നമ്മുടെ GDP-യും ഇതൊക്കെ ശരിയാണ്. പക്ഷേ എത്ര ആളുകളിലേക്ക് ജോലി ഉണ്ടാകപ്പെടുന്നു എന്നുള്ളത് നമ്പേഴ്സ് വളരെ കുറഞ്ഞു വരുന്നു. ലേ ഓഫുകൾ കൂടുന്നു. IT കമ്പനീസൊക്കെ ലേ ഓഫ് ആളുകളെ പറഞ്ഞു വിടുന്നു. ടാറ്റ മാത്രമാണ് ഇപ്പോഴും ഒരു ഇൻക്രീസിങ്ങിലുള്ള നമ്മൾ സാധാരണ പറയുന്ന, അതുപോലത്തെ 1-2 വളരെ വിരളമായിട്ടുള്ള കമ്പനികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും എംപ്ലോയ്മെൻറ്റ് കട്ട് ഷോർട്ട് ചെയ്യുന്നു. എന്നാൽ അവരുടെ ഒന്നും പ്രോഫിറ്റ് ഏർണിങ്ങിൽ കുറവുണ്ടാവുന്നില്ല എന്നുള്ളതും ഇതിന് കോൺട്രാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിൽ മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ഒരു സമ്പത്ത് ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇലക്ഷനിൽ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നതാണ്. ഈ ഒരു ഫാക്ടറിനെ മറികടക്കാൻ പലപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും ഉപയോഗിക്കാറുള്ളത് വർഗീയതയും വിഭാഗീയതയും ഒക്കെയാണ്. ഈ ഒരു ഇലക്ഷനിലും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യുക? അതിൽ BJP ഒരുപാട് ഓരോ ഇലക്ഷനിലും പ്രത്യേകമായ ചില ഫോക്കസുകൾ അവർക്കുണ്ടാകും, പ്രത്യേകിച്ച് ചില വാഗ്ദാനങ്ങളുണ്ടാകും. ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യമായി ജനങ്ങൾക്കിടെ പ്രചരണം നടത്തുക. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു കേന്ദ്രീകൃതമായൊരു ഫോക്കസ് ഇതുവരെയും NDAക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാമജന്മഭൂമി പ്രശ്നം കഴിഞ്ഞു, കാശ്മീർ തീർത്തു കൊടുത്തു, ഇങ്ങനെ ഓരോന്നോരോന്ന് തീർത്തു കഴിഞ്ഞ് ആയുധങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് BJP ഉള്ളത്. അവർക്ക് ഏക സിവിൽ കോഡും അതേപോലെ CAA ആണ് മുമ്പ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് രണ്ടും വേണ്ടത്ര മുന്നോട്ട് വെച്ചിട്ടും അവർക്ക് ഏശിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരത്തെ അല്ലെങ്കിൽ വികസന പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി വർഗീയ കാർഡ് ഇറക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനുവേണ്ടിയാണ് ഏക സിവിൽ കോഡിൻ്റെ ആയാലും CAA ആയാലും വളരെ തൊട്ടുമുമ്പാണ് ഇലക്ഷൻ വളരെ പ്രഖ്യാപിക്കാൻ, ഇലക്ഷൻ കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും, മറ്റന്നാൾ പ്രഖ്യാപിക്കും എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ CAAയുടെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത് കൃത്യമായൊരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷേ അത് വിജയിപ്പിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് BJPക്ക് ബോധ്യമായി. ഒന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഭരണം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായ സർവേകൾ നടത്തിയിട്ടുള്ള ഏജൻസികൾ പോലും പറഞ്ഞു BJP പ്രവർത്തകർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല, ബൂത്തുകളിൽ എത്തിയിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് 60%, 65%-ായിട്ട് ഇലക്ഷൻ പോളിംഗ് ശതമാനം കുറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് NDAക്കുള്ള സാധ്യത കുറയുന്നു എന്ന് ഇത്തരം ഏജൻസികൾ തന്നെ അഭിപ്രായപ്പെടുന്നു. ഉടനെ തന്നെ സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ മോഡി ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു. ഇവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇവിടുത്തെ സ്വത്തുക്കളുടെയൊക്കെ പ്രൈമറി കൺസ്യൂമേഴ്സ്, അതിൻ്റെ പ്രാഥമിക അവകാശികളാക്കി മാറ്റുക മുസ്ലിങ്ങളെയാണ്. ആരാണ് ആ മുസ്ലിങ്ങൾ? അത് കൂടുതൽ കുട്ടികളുണ്ടാക്കുന്ന നുഴഞ്ഞു കയറ്റക്കാരായിട്ടുള്ള എന്ന് പറയുന്ന വളരെ കൃത്യമായി പച്ചക്ക് വർഗീയത പറയുന്നു. ഞാൻ ആ പ്രസംഗം പലതവണ കേട്ടു നോക്കി. അതിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് അതിൽ മൗനം പാലിക്കുന്നു എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഒരുപക്ഷെ നുഴഞ്ഞു കയറ്റക്കാരെന്ന്
മാത്രമോ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരെന്ന് മാത്രമൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒഴിഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ ന്യായീകരിച്ച് നിൽക്കാം, അത് ഒരു കമ്മ്യൂണിറ്റി ഹേറ്റഡ് അല്ല, ഒരു ഹേറ്റ് സ്പീച്ച് അല്ലെന്ന്. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, മുസ്ലിങ്ങൾക്ക് കൂടുതൽ സ്വത്ത് കൊടുക്കാനാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ആരാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള വിശേഷണം കൂടിയാണ് കൃത്യമായി പറയുന്നത്. അപ്പോൾ ഈ വളരെ പച്ചയായി വർഗീയത, മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും ഇൻ്റർനാഷണൽ മീഡിയ അടക്കം അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹേറ്റ് സ്പീച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നു, അങ്ങനെ എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്ന് പറയുന്നത്. നൂറുകണക്കിന് പരാതികൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിലെത്തി. ഇപ്പോൾ ഇന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് CPM-ൻ്റെ നേതാവ് ബൃന്ദ കാരാട്ട് ഡൽഹി സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പക്ഷേ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും ഈ ഹേറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട്. ആ ഹർജിയിൽ ചേർത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തിക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ സമയമെടുക്കുന്ന പ്രക്രിയ ആയിരിക്കാം. ഇതിൽ അടിയന്തരമായി ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആക്ഷൻ എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഹെയ്റ്റ് സ്പീച്ച് അത് എത്രത്തോളം സ്വാധീനിക്കപ്പെടും? അതായത് BJPക്ക് അനുകൂലമായിട്ടാണോ അതല്ല പ്രതികൂലമായിട്ടാണോ ഇത് ബാധിക്കാനുള്ള സാധ്യതയുള്ളത്? അത് ഹിന്ദി ബെൽറ്റിൽ ഇതിനെ അടുത്ത രണ്ടാം ഘട്ട ഇലക്ഷനിലേക്ക് പോകാം. ഒന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ടാം ഘട്ടം ഇനിയും 6 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഘട്ടങ്ങളിൽ ഹിന്ദി ബെൽറ്റിൽ ഈ വികസനവും അതേപോലെ നേരത്തെ സൂചിച്ച അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് റിസഷന്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാകാതിരിക്കണമെങ്കിൽ അവിടെ വർഗീയമായ എന്തെങ്കിലുമൊക്കെ എലമെൻസുകൾ കൊണ്ടുവരണം. സാധാരണ രാമജന്മഭൂമി അതുപോലത്തെ സാധനങ്ങളാണ് കൊണ്ടുവരാറുള്ളത്, പക്ഷെ അതൊന്നും ഇക്കാലത്ത് റെലവൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവസാന ഘട്ടത്തിൽ മോദി തന്നെ നേരിട്ട് രംഗത്ത് വന്നുകൊണ്ട് ഒരു വർഗീയ പരാമർശം നടത്തുന്നത്. പക്ഷേ അത് കൃത്യമായി ടാക്കിൾ ചെയ്യുവാൻ പ്രതിപക്ഷ മുന്നണികൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ കോൺഗ്രസ് അതിനെ കൃത്യമായി പ്രതികരിച്ചു. എന്താണ് മോദിക്ക് ഇപ്പോഴുണ്ടായ ഈ ഒരു വികാരത്തിൻ്റെ കാരണമെന്ന് മീഡിയകളടക്കം റിപ്പോർട്ട് ചെയ്തു. ഒന്നാമത്തെ പോളിംഗ്, ഒന്നാം ഘട്ടത്തിലുണ്ടായിട്ടുള്ള തോൽവിയാണ്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഭയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്ര വേണ്ട രൂപത്തിൽ ഏശാൻ സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വർഷങ്ങളായി, അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് കാലമായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നൂറ്റാണ്ടുകളായി തുടരുന്ന സംഘപരിവാർ പ്രചരണങ്ങൾ, അതുപോലെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രസ്താവനകൾ, ഇങ്ങനെ ഒരു തരത്തിലുള്ളൊരു മനംമാറ്റം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധാരണക്കാർക്കിടയിൽ വ്യാപകമായി ഉണ്ടാക്കിയെന്നല്ല, എന്നാൽ ഒരു നേരത്തെ BJPക്ക് ലഭിക്കുന്ന ഒരു വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ 40%. ഈ 40%-തിനിടയിൽ കൃത്യമായി ഒരു അപരവൽക്കരണം ഈ മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യാൻ, അവരെ ദ്രോഹിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവായി കാണുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വികാരത്തെ അങ്ങനെ തന്നെ നിലനിർത്തി വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് BJP നോക്കുന്നത്. അത് നമുക്കതിന് ഒരു കൃത്യമായ പ്രഡിക്ഷൻ നടത്താൻ സാധിക്കില്ലെങ്കിലും നിലവിൽ അത് BJPക്ക് ഗുണകരമായി സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്താവുന്നത്. അതിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പ്രസ്താവനയുടെ തൊട്ടു പിറ്റേ ദിവസം കേരളത്തിലെ വന്ന എല്ലാ പത്രങ്ങളിലും വന്ന പരസ്യങ്ങളിൽ BJPയുടെ NDAക്ക് മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന പത്രപരസ്യത്തിൽ കൃത്യമായി മലപ്പുറത്തെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവാം, മോദി രാജസ്ഥാനിൽ നടത്തിയ ഒരു സംസാരത്തിൻ്റെ തൊട്ടു പിറ്റേ ദിവസം വരുന്ന പരസ്യത്തിൽ കൃത്യമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പരാമർശിച്ചുകൊണ്ട് ചില സൂചനകൾ, ഒരു ഡോഗ് വിസിൽ കൃത്യമായി നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ ഇലക്ഷൻ നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെയും പരസ്യങ്ങൾ ഇതുപോലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ മെൻഷൻ ചെയ്ത് പരസ്യം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ നിശ്ചയിച്ചതുപോലെയുള്ള ഇലക്ഷൻ നടക്കുന്ന ഈ ഘട്ടങ്ങളിൽ കൃത്യമായി എന്ത് പ്രചരണായുധമാണ് ഇറങ്ങേണ്ടത് എന്ന് നേരത്തെ BJPക്ക് നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൃത്യമായി വർഗീയ എലമെൻസിന് സ്കോപ്പുള്ള ഒരു ഫേസാണ് സെക്കൻഡ് ഫേസ് എന്ന് കൃത്യമായ അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മോദി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. അതിന് അതിൻ്റേതായ ഇഫക്റ്റ് ഉണ്ടാവാനും സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇന്ത്യ മുന്നണി അതോടൊപ്പം തന്നെ NDA, ഈ രണ്ട് മുന്നണികളെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് കൂട്ടരുടെയും അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക? NDA ആദ്യം എടുക്കാം. NDAയിൽ എനിക്ക് തോന്നുന്നത് BJP
എന്ന ഒരു മുഖ്യ കക്ഷി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇപ്പം NDA നമ്മൾ ആ അലയൻസിനെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെങ്ത് പണ്ട് BJP 2019 ഇലക്ഷനിൽ BJP എന്ന അതേപോലെ തന്നെ BJPക്ക് സപ്പോർട്ട് നൽകുന്ന മറ്റു കക്ഷികളും വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെ NDA അലയൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയ അനാലിസിസ് ഒക്കെ വരുന്ന സമയത്ത് NDAയിലുള്ള അലൈസൊക്കെ ചെറുതായിട്ടൊന്ന് ആ ഒരു കോൺഫിഡൻസ് BJPയിലുള്ള കോൺഫിഡൻസ് കുറച്ച് നഷ്ടപ്പെടുകയും NDAക്ക് മൊത്തമായി BJPയെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ പറഞ്ഞ പോലെ അത് ഒബ്വിയസ്ലി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുള്ള ഓരോ ഫൈറ്റുകൾ ഓരോ പുഷുകളെയും കൃത്യമായിട്ട് BJP കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ NDAയിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മോദിയുടെ ഒരൊറ്റ പേഴ്സണൽ ഫാക്ടറിൽ ഒരുപാട് സംഗതികൾ മുമ്പോട്ട് പോവുകയും NDAക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെയുള്ള ഒരു സൈലൻസ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു മോദി ഫാക്ടറും മോദി ഗ്യാരണ്ടിയും മാത്രം മുഴച്ചു നിൽക്കുകയും NDA എന്ന ഒരു അംബ്രല്ല ടേം ഈ ഇലക്ഷനിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്ലിപ്പറി സ്ലോപ്പാണ്. അതായത് കിട്ടിയാൽ കിട്ടി, പോയാൽ മൊത്തം പോകുന്ന, നമ്മൾ എക്കണോമിക്സിലൊക്കെ പറയുന്നത് പോലെ കിട്ടിയാൽ ഫുൾ തൂത്തുവാരി പോകുന്ന ഒരു മോദി ഗ്യാരണ്ടി ആയിട്ടും പോയാൽ മൊത്തത്തിൽ പോകുന്ന ഒരു മോദി ലോസ് ആയിട്ടും മോദി കാരണം ഉണ്ടാകുന്ന വലിയൊരു നഷ്ടം NDAക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുപോലെ ആ ഒരു അലയൻസിനെ കാണുന്നു. ഇന്ത്യ അലയൻസ്, ഇന്ത്യ ബ്ലോക്ക് നേരെ മറിച്ച് വളരെ ചെറിയ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് എങ്കിൽ കൂടി ഈ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ത്യ ബ്ലോക്കിലുള്ള എല്ലാ അലൈസും കൂടി നിൽക്കുന്നു. ഈ പറഞ്ഞതുപോലെ പോളുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നമ്പർ വെച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസിലേക്ക് ഇന്ത്യ അലയൻസ് വരുന്നു. അലൈസൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയി കൂടെ നിൽക്കുന്നു. അതിലേക്ക് ഒന്ന് കേരളം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംസ്ഥാനത്തും അലൈസ് വളരെ സൗഹൃദപരമായി വേദി പങ്കിട്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു അഡ്വാൻറ്റേജ് പറയാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുമ്പ് മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു അഭിമുഖം വന്നിരുന്നു. അതിൻ്റെ പരിഭാഷ അടുത്ത ലക്കം ഷബാബിലുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായി പ്രത്യയശാസ്ത്രമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുന്നണിയിൽ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ ആ പ്രത്യയശാസ്ത്രം അംഗീകരിക്കുന്നവരാണ്. അത് ഇന്ത്യൻ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവുമാണ്. അപ്പോൾ ആ ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോടുകൂടി അതിൽ താല്പര്യമുള്ളവർ, അതിൽ സഹകരിക്കുന്നവർ മാത്രം ഒത്തുചേർന്നുകൊണ്ട് രൂപപ്പെട്ട ഒരു അലയൻസ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിന് ഈ ഒരു ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ പോലും ഒരുപാട് കാലം മുന്നോട്ട് പോകുവാൻ, പ്രതിപക്ഷമായിക്കൊണ്ട് തന്നെ മുന്നണിയായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വേള NDAയിലുള്ള ചെറുപാർട്ടികളുടെ പ്രാധാന്യം കുറയുമ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള ചെറുപാർട്ടികളുടെ പ്രാധാന്യം കൂടുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നുണ്ടല്ലോ അല്ലേ? അല്ല, അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ എന്ന വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ്. NDAക്ക് അങ്ങനെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഏകശിലാത്മകമായ ഒരു സംവിധാനത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നേരത്തെ സുഫിയാൻ പറഞ്ഞത്, പ്രത്യയശാസ്ത്രപരമായ ഒരു മേൽക്കൈ ഇന്ത്യ മുന്നണിക്കുണ്ട്. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ ഫെഡറലിസത്തെ ഉൾക്കൊള്ളുക എന്നത് തന്നെ ഉയർത്തുക എന്നുള്ളതും നേരത്തെ നമുക്കറിയാം. തമിഴ്നാട് അവരുടെ ഒൺട്രിയാരസ് എന്നുള്ള യൂണിയൻ സ്റ്റേറ്റ് ഓഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർ അവതരിപ്പിക്കും. ഇന്ത്യ എന്നുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറേ സ്റ്റേറ്റുകളെല്ലാം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നുള്ള ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഘടനയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഓരോ സംസ്ഥാനത്തുള്ള സവിശേഷമായ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട പാർട്ടികൾക്ക് അവരുടെ ഡിസ്റ്റിങ്റ്റീവ്നെസ്സിനെ ഉയർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവാനും ഇന്ത്യ എന്നുള്ള അവരെല്ലാം കൂടെ ചേർന്ന് അവരുടെ പൂർവ്വപിതാക്കളും ഇന്ത്യ എന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുത്തതിനെ തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഇതിൽ ഓരോ പാർട്ടികൾക്കുണ്ട്. അത് കോൺഗ്രസിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റിനെ മാറി ഒരു പുതിയ ഇന്ത്യ മുന്നണി വരിക എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള വൈവിധ്യമാർന്ന ആശയ സ്രോതസ്സുകൾ അധിഷ്ഠിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കും മനുഷ്യരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് അത് തന്നെ നമുക്ക് ഇന്ത്യ മുന്നണിയുടെ ഓരോ പാർട്ടികളുടെയും അതിലുള്ള താല്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കും. മറ്റൊരു കാര്യം, കേരളം ചിന്തിക്കുന്നതിൻ്റെ എപ്പോഴും എതിർ ചേരിയിലായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ത്യ മുന്നണികൾ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുമ്പോഴും
ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മറ്റ് ആളുകൾ എപ്പോഴും സൗഹൃദാർത്ഥത്തിൽ പോകുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എപ്പോഴും കേരളത്തിനെതിരായിരിക്കും ഇന്ത്യയുടെ പൊതു വികാരമെന്ന് പറയപ്പെടുന്നു. ആ അർത്ഥത്തിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ കൂട്ടിച്ചേർക്കാണ്, ഇതിൽ കേരളത്തിൻ്റെയും അവർ നമ്മൾ കൊച്ചിൻ ഹനീഫൻ്റെ ഡയലോഗിൽ പറയുന്ന പോലെ തന്നെ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ സി പി എം നമ്മൾ ബംഗാളിന് ശേഷം ഇപ്പോൾ ഒരു തുരുത്തായി കേരളം നിൽക്കുന്നു. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് വെച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞ ഒരു സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇന്ത്യ എന്ന ബ്ലോക്കിലേക്ക് വളരെ കുറഞ്ഞ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നൊരു, പക്ഷേ ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആണ് എന്ന്. അത് നമ്മൾ കേരളത്തിലെ സംഗതികൾ നമ്മൾ തൽക്കാലം അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേന്ദ്രത്തിലെ സി പി എമ്മിനെ എടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ആ ഒരു സി പി എം ഇന്ത്യ ബ്ലോക്കിന് നൽകുന്ന ആ ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പ്, അതിനെ ഇന്ത്യ ബ്ലോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത്, അത് നേരത്തെ പറഞ്ഞതിനൊരു ഇതാണ്, അത് ഐഡിയോളജിക്കലി ഫോം ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് എന്നുള്ളത്. അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് എല്ലാ സ്ഥലത്തും അതിലുള്ള എല്ലാ കക്ഷികളും കാണിക്കുന്നതിൻ്റെ ഒരു എവിഡൻസ് ആണ് നമ്മൾ അപ്പം സി പി എമ്മിന് ഇന്ത്യ ബ്ലോക്ക് കൊടുത്തിട്ടുള്ള സീറ്റുകൾ രാജസ്ഥാനിൽ, ആന്ധ്രയിൽ, അങ്ങനത്തെ സി പി എമ്മിന് ഒറ്റക്ക് ഒരു പക്ഷേ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കോൺഗ്രസ്, ഇപ്പോൾ എനിക്കൊന്ന് രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണ് സി പി എമ്മിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ മൂവർണ്ണ കൊടിയേന്തി ഡൽഹിയിലേക്ക് സി പി എമ്മിന് നേതാവ് പോകട്ടെ എന്ന ഹിന്ദി മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് കഴിഞ്ഞ ദിവസം റാലി നടന്നിട്ടുള്ളത്. അപ്പം ഈ രീതിയിലേക്ക് വരുന്നത് വളരെ ഒരു നല്ല ഒരു സംഗതിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ഒരു ലോങ് റണ്ണിൽ സുഫിയാങ്ക പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിൻ്റെ ആ ഒരു സ്ട്രെങ്ത്, ഇങ്ങനെ എല്ലാ കക്ഷികളുടെയും അവരുടെ ഐഡിയോളജിയെ ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യിപ്പിക്കാതെ തന്നെ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു മെച്യൂരിറ്റിയിലേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷങ്ങൾ മൊത്തം വന്നു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. അത് ഏറ്റവും എവിഡൻ്റ് ആകുന്നത് ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ NDA വിൻ ചെയ്യുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ നമുക്ക് ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ എന്ന ആശയത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഒരുക്കമായിട്ടുള്ള, അതിന് പ്രതിബദ്ധത അറിയിച്ചിട്ടുള്ള ഒരു പറ്റം ആളുകൾ ഇന്ത്യ ബ്ലോക്കിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇന്ത്യ ബ്ലോക്ക് ജയിച്ചാൽ ഇവരുടെയൊക്കെ തനി സ്വഭാവം അല്ലെങ്കിൽ അവരുടെയൊക്കെ ചില ചെറിയ സംഗതികൾ, നിക്ഷിപ്ത താല്പര്യങ്ങൾ വന്നാൽ പോലും അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമെന്നതും ഒരു പ്രതീക്ഷയാണ്. നമ്മൾ വിജയസാധ്യതകളെ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുക? ഇന്ത്യ മുന്നണിക്കാണോ വിജയസാധ്യത ഉള്ളത്, അതല്ല NDAക്കാണോ വിജയസാധ്യത ഉള്ളത്? തീർച്ചയായും നമ്മളെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ മുന്നണി വിജയിക്കണം എന്നുള്ളത് തന്നെയാണ്. സ്റ്റേറ്റ് വൈസ് എടുത്തു നോക്കുകയാണെങ്കിലും ഒരു പ്രതീക്ഷ നമ്മൾ കാണുന്നുണ്ട്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പിന്നെ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, അങ്ങനെ ഓരോ സ്റ്റേറ്റുകൾ എടുത്തിട്ട് അവിടെ എത്ര NDAക്കും എത്ര ഇന്ത്യ മുന്നണിക്കും കിട്ടും എന്നുള്ള സർവേകളൊക്കെ വന്നതിൽ കുറച്ചുകൂടിയും റിയലിസ്റ്റിക്കായ സർവേയിൽ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ഒരു പ്രതീക്ഷയുണ്ട്. 2019 സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്, മാറ്റമുണ്ട് സ്വാഭാവികമായും. മാത്രമല്ല BJPയുടെ ഇപ്പോഴുള്ള പരാക്രമം കാണുമ്പോൾ, അരവിന്ദ് കെജ്രിവാളിനൊക്കെ അറസ്റ്റ് ചെയ്തിട്ടും അതേപോലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മരവിപ്പിച്ചിട്ടും ഒക്കെ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ്. അതിലേക്ക് ഒരു ഫീലിംഗ് ആയിട്ട് ചേർക്കാനുള്ളത്, ഈ എലക്ഷൻ പ്രമാണിച്ച് സാധാരണ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഉണ്ടാകുന്നൊരു ട്രെൻഡുണ്ട്. ഒരു പ്രീ എലക്ഷൻ റാലി, അതുപോലെ പോസ്റ്റ് എലക്ഷൻ റാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ഹൈയിലേക്ക് പോകാറുണ്ട്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് വേണ്ടത്ര ഒരു റാലി ഇല്ല എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതിൻ്റെ കാരണം BJP തന്നെ അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നു. ആ നിലക്ക് പിന്നെ സെൻസെക്സും അതുപോലെ നിഫ്റ്റിയും ഒക്കെ ഒരുപാട് മുകളിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ പോളിസികൾ, എക്കണോമിക് പോളിസി തുടരും എന്ന് ഇപ്പോൾ നിക്ഷേപകർക്ക് തന്നെ സംശയം വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു താഴ്ചയും ഉയർച്ചയും എന്നുള്ള രൂപത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു നോർമൽ രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നൽകുന്നത് മൊത്തം ജനങ്ങൾക്കിടയിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്ക് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ അതേസമയം തന്നെ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഘടകങ്ങളല്ല അപ്പുറത്തുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സാംസ്കാരികമായും രാഷ്ട്രീയപരമായും ഒക്കെ ഒരുപാട് പ്രചരണങ്ങളും പ്രൊപ്പഗണ്ടകളൊക്കെ നടന്നിട്ടുള്ള ഒരു രാജ്യത്ത് അത്ര പെട്ടെന്ന് ജനം മാറി വോട്ട് ചെയ്യുമോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് NDAക്കുള്ളൊരു സാധ്യതയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ.
2019 മോഡി ഫാക്ടറും 2024 മോഡി ഫാക്ടറും രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് മോഡി ഫാക്ടറിൻ്റെ പീക്ക് ടൈമിലായിരുന്നു 2019 ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ആ ഒരു പീക്ക് ടൈം അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതും ഇലക്ഷനെ ബാധിക്കാനുള്ള സാധ്യതയില്ലേ? അല്ല, കാരണം മോഡിയുടെ ഉറപ്പ് എന്ന് പറയുമ്പോഴും അതിന് സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ 2019 ആ ഒരു ഫാക്ടർ നിലനിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമാണ്. കാരണം മോഡി എന്നുള്ള ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുന്ന പ്രതീക്ഷകൾ, നേരത്തെ പറഞ്ഞ യുവജനങ്ങൾക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഗ്യാരണ്ടി അവർക്കുണ്ടോ? ഇന്ത്യ നേരത്തെ പറഞ്ഞതുപോലെ മതപരമായ വിഭജനം അല്ലെങ്കിൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളുടെയും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ എല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരു മോഡിയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ അങ്ങനെ അല്ലാതെ ഒരു പ്രതീക്ഷ നൽകുന്ന മോഡി അവർക്ക് മുമ്പിലുണ്ടായിരുന്നു. അർത്ഥത്തിൽ മോഡി എന്നുള്ള ഒരു പ്രതീക്ഷ പുതിയ ഇലക്ഷനിലില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും. നമ്മൾ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ എങ്ങനെയായിരിക്കും ഒരു സാഹചര്യം ഉണ്ടാകുക? അതായത് വലിയ തിരിച്ചുപോക്കിലേക്കുള്ള ഒരു പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് തന്നെയാണ് പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴുള്ള നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വലിയൊരു ഉയർച്ച ഉണ്ടായിക്കൊള്ളുമെന്നില്ല. ഒരുപക്ഷെ വിജയിക്കുകയാണെങ്കിൽ തന്നെ രണ്ടു കൂട്ടരും വിജയിക്കുകയാണെങ്കിൽ ഏറ്റവും മാർജിനിലായിരിക്കും വിജയിക്കാനുള്ള സാധ്യത ഉള്ളത്. തൂത്തുവാരുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ ഏതൊരവസ്ഥയിലായിരിക്കും ഉണ്ടാകുക? ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മിനിമൽ പ്രതീക്ഷ നമ്മൾ വെക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറ്റ സൈഡായി പോയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊരു രാജ്യം എന്ന നിലയിലുള്ള വർക്ക് ചെയ്യേണ്ട മിനിമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു റീവൈറ്റലൈസേഷൻ ഒരു പക്ഷേ സാധിക്കും. അത് തന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. അതൊന്നൊരു വലിയ ടാസ്ക്കായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ്, ഇതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ ഇന്ത്യ ബ്ലോക്കിലുള്ള കക്ഷികൾക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വലിയ ഒരു മുമ്പോട്ട് പോക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ ആയിട്ടുമില്ല. കാരണം നമ്മൾ ആ ഒരു തുടക്കത്തിൽ ഇന്ത്യ ബ്ലോക്ക് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡയലോഗ്സും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ചിലപ്പോൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതകൾ, ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ ഇപ്പോൾ സാധിക്കില്ല. പക്ഷേ എങ്കിൽ കൂടി ഇന്ത്യ ബ്ലോക്ക് വിജയിക്കുന്നതോടുകൂടി ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഇപ്പോഴുള്ള ഒരുപാട് സിറ്റുവേഷനിൽ ഒരു ബെറ്റർമെൻറ്റ് ഉണ്ടാകും. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോഴുള്ള നമ്മൾ എക്കണോമിക് ആയിട്ടുള്ള ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ, അതുപോലെ തന്നെ വലിയ രീതിയിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ കവർ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് സർവീസ് സെക്ടേഴ്സ്, ഇപ്പോൾ നമുക്ക് ബേസിക്കായി കിട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ എക്കണോമിക് ഫാക്ടർ, അതിനൊക്കെ കവറപ്പ് ചെയ്യാൻ ഇന്ത്യ ബ്ലോക്കിന് സാധിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരു പുതിയ ഒരു ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റീവൈറ്റലൈസ് ചെയ്യാൻ സാധിക്കും എന്ന് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയുകയാണെങ്കിൽ, തമാശ കലർത്തി പറയുകയാണെങ്കിൽ, ഇന്ത്യ മുന്നണി ജയിക്കുകയാണെങ്കിൽ ഒരു ഹിന്ദുത്വ രാജ്യ പ്രഖ്യാപനം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്രഖ്യാപനം ഉണ്ടാവില്ല. എന്നാൽ NDA തന്നെയാണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭരണഘടനയിൽ അഡ്വക്കേറ്റാണ് കൂടിയിരിക്കുന്നത്, അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് കൂടുതൽ ഭരണഘടന തിരുത്തി എഴുതുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത് തന്നെയാണ് കാരണം. പിന്നെ അവർ ഹിന്ദുത്വ രാജ്യത്തിൻ്റെ ഒരു പ്രഖ്യാപനം സംഭവിച്ചേക്കാമെന്ന് തന്നെയാണ്. ഇനി അതിൽ കൂടുതൽ കാലതാമസം അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്യാരണ്ടി ഒന്നും അത് തന്നെയാണ്. അപ്പോൾ അത് സംഭവിച്ചേക്കാം. അപ്പം അതിൽ നിന്നുള്ള ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ചിലപ്പം ഇന്ത്യ മുന്നണി വന്നാൽ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കില്ല. കാരണം കഴിഞ്ഞ 10 വർഷം ഉണ്ടാക്കി വെച്ച സിസ്റ്റം ഡിസ്മാൻഡിലിങ് അത് ഒരു സുപ്രഭാതത്തിൽ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തിരിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ കഴിഞ്ഞ 10 വർഷം ഉള്ള ഒരു NDA ഗവൺമെൻറ്റിൻ്റെ തുടർച്ച തന്നെ ആയിരിക്കും ഇന്ത്യ മുന്നണിയിലെ പല പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും തിരിച്ചു പിടിക്കുക എന്ന് തന്നെ ആയിരിക്കും 5 വർഷം മുഴുവൻ അവർക്ക് ചെയ്യാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു അമിത പ്രതീക്ഷ ഇന്ത്യയിൽ വെക്കുക എന്നുള്ളത് പോലും അർത്ഥമുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു തോന്നൽ. ഈ ചർച്ചയ്ക്ക് ഇവിടെ അവസാനം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാ ചർച്ച തുടരേണ്ടതുണ്ട്. സമയപരിമിതി മൂലം ചർച്ചയ്ക്ക് ഇവിടെ അവസാനം കുറിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ വൈവിധ്യമേറിയ ഇന്ത്യ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമാണുള്ളത്.
ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി.